ഭാഗത്തേക്ക്. നുസ്രത്ത്, ഈ മഹ്ഫൂസ് ആലം പറഞ്ഞ വാക്കുകളെ നമുക്ക് അത്ര നിഷ്കളങ്കമായി തള്ളിക്കളയാൻ കഴിയുമോ? കാരണം ഒരു ബംഗ്ലാദേശിലെ വലിയൊരു കലാപത്തിന് നേതൃത്വം നൽകി, ബംഗ്ലാദേശിനെ ഛിന്ന ഭിന്നമാക്കുന്ന രീതിയിലേക്ക് എത്തി, ആ സർക്കാരിനെ അട്ടിമറിച്ചു. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമായിരുന്നില്ല അതെന്ന് പിന്നീട് വെളിവാക്കപ്പെട്ടു. കൃത്യമായ ഹിന്ദു കൂട്ടക്കൊല, വംശഹത്യ അവിടെ അരങ്ങേറുകയാണ്. ഇതിലൊക്കെ മഹ്ഫൂസ് ആലം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിന്റെ പുറകിൽ ആരാണ് എന്നത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഘട്ടമല്ലേ ഇപ്പോൾ? കാരണം ഇത്ര വലിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വച്ചു വിളമ്പുന്നത്. അതെ, തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ അവിടുത്തെ ഭരണാധികാരി അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. അതും അവർ കണക്കിലെടുത്തിട്ടുള്ള കാര്യങ്ങളെ അവർ സംസാരിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ അവർക്ക് ഗ്രേറ്റ് ബംഗ്ലാദേശ് അവർ ഉന്നം വെക്കുമ്പോൾ നമ്മൾ അഖണ്ഡ ഭാരതം തന്നെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ ഇതിന് ഇത്രയും ഇന്നിപ്പോ മറുപടി കൊടുത്തു വിദേശകാര്യ വക്താവ് പറഞ്ഞു. പക്ഷേ ഇതിനേക്കാളും ശക്തമായ രീതിയിൽ ഇന്ത്യ അതിനെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് നമ്മളെ പോലുള്ളവർക്ക് അഭിപ്രായം പറയാനുള്ളത്. കാരണം നമ്മൾ ഇപ്പൊ 1971 ബംഗ്ലാദേശ് രൂപീകരിച്ച് ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിച്ച കാലത്തെ ഒരു കഥ പറഞ്ഞു ചിരിക്കാറുണ്ട് ഞങ്ങളെ നാട്ടിലെ. അപ്പോ അതെന്താ വെച്ചാൽ ചായക്കടയിലാണല്ലോ രാഷ്ട്രീയം പറയാന്ന് പത്രം വായിച്ച്. അപ്പൊ തലക്കെട്ടന്നെ ബംഗ്ലാദേശ് പട്ടിണിയില് ഒന്നുമില്ല, ദാരിദ്ര്യത്തിന്റെ വക്കിൽ നിന്നുള്ള തലക്കെട്ട് വായിച്ച ആളോട് ഒരു ഇക്ക ചോദിക്കുകയുണ്ടായി, എന്താപ്പോ ഇന്ദിരാഗാന്ധിക്ക് ഇവിടെ ഉള്ള വല്ല എയർപോർട്ടോ അതോ വിറ്റിട്ട് അങ്ങോട്ട് കൊടുത്തു ഓരോ സന്തോഷാക്കി കൂടെ? ആ ചോദ്യം തന്നെയാണ് ഇന്നും മുസ്ലിം ലീഗും ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഇന്നും ചോദിക്കണേ. അത് അദ്ദേഹത്തിന്റെ വാക്കുകളാണെങ്കിലും അതൊരു നാട്ടിൽ പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞത് ഇന്നിപ്പോ ഈ പ്രതിപക്ഷ നമ്മൾ കണ്ടു. പാലസ്തീന് വേണ്ടി കരഞ്ഞ ഇവരാരെങ്കിലും ഒരു മെഴുകുതിരി കത്തിക്കാനോ ഒരു പള്ളിയിൽ പ്രാർത്ഥന നടത്താനോ ഏതെങ്കിലും ഒരു മൗദൂദി ലീഗിൽ റെഡിയായോ? എന്റെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. ആ സുഹൃത്തിനെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ മൗദൂദി ലീഗായി? നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്ന സുന്നി നിയമങ്ങൾക്കും സുന്നി ആചാരങ്ങൾക്കും വില കണ്ടിരുന്ന ഒരു ലീഗ് എങ്ങനെ മൗദൂദി ലീഗായി? അവർക്കൊന്നുമില്ല, മക്ബറകൾ അടിച്ചു ഒടുക്കുക, കണ്ടാ സലാം ചൊല്ലാൻ പാടില്ല സുന്നിയെ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സുന്നി മാത്രം കൂടിയ ഈ ലീഗ് എങ്ങനെ മുസ്ലിം ലീഗ് എങ്ങനെ മൗദൂദി ലീഗായി? കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മൗദൂദി ലീഗായെന്നുള്ള ഒരു വലിയൊരു ആശയം. ഈ മൗദൂദികൾ പറയണ ഇന്ത്യ ഇസ്ലാമിലൂടെ മോചനം നേടുന്നു പറയുമ്പോ ഇവരുടെ വോട്ട് വാങ്ങാൻ വേണ്ടി, ഈ വോട്ടിന് വേണ്ടിയിട്ട് ഈ ലീഗ് എന്തിനു വേണ്ടിയിട്ട് ഇവരെ കൂടെ നിൽക്കുക? അപ്പൊ ഇവര് പറയേണ്ട ഒരു അതാണ് ഏറ്റവും പ്രയാസം തോന്നുന്ന ഒരു കാര്യം. ഭാരതത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ആൾക്കാരെന്ന് വിശ്വസിച്ച് എന്നുകൂടെ പ്രസ്ഥാനങ്ങളും ഇതൊക്കെ ഇറക്കി എല്ലാം കൊണ്ടും അവര് സമ്പന്നമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി മൗദൂദികളെ സഹായം വേണോ ഇന്ത്യയെ വെട്ടിപ്പിടിക്കാൻ എന്നുള്ളതാണ് ചോദ്യം. കാരണം അവര് പറയണം, ഭാരതം നമുക്ക് വേണ്ടി മുസ്ലിം രാജ്യമായിട്ട് പാകിസ്ഥാന് വിഭജിച്ചു കൊടുത്തു, ബംഗ്ലാദേശിന് കൊടുത്തു, എല്ലാം കഴിഞ്ഞിട്ടും ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാനോ ഇതിനു വേണ്ടി ഇപ്പോഴും പടക്കം പൊട്ടിക്കണം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കുമ്പോ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദിച്ച് വിസ്മയമാക്കല്ലേ ചെയ്യണത്? നമ്മൾ കാണുന്ന അതല്ലേ ഇപ്പൊ ഇവിടെ? ആർക്കെങ്കിലും ഒരു വിഷമുണ്ടോ? കാരണം ഇല്ല, ഇത് വിശ്വാസമാണ്. സോഷ്യൽ മീഡിയ ആണല്ലോ ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും, എല്ലാ കുഞ്ഞുങ്ങൾ തൊട്ട് വൃദ്ധന്മാര് വരെയുള്ള വായിക്കുന്നത്. അവിടെ പോലും കാണുന്നത് നമ്മൾ ഈ ഇസ്ലാമിക രാഷ്ട്രമാവുന്നതിലേക്ക് പോകുന്ന ഇതും നമ്മളൊക്കെ പോണ വഴി നരകത്തിലേക്കും. അപ്പൊ കോണിയിലൂടെ കയറിയ സ്വർഗത്തിലെത്തുന്ന അവര് പറയണ പോലെ ഇതാണിപ്പോ മതം മാറ്റി 4.5 കോടിയോളം ബംഗ്ലാദേശികളുള്ള ഭാരതത്തിൽ അവര് സുഖമായി ജീവിക്കണം. ബംഗ്ലാദേശികളുണ്ട്, ഡൽഹിയിൽ വരെ ഉണ്ട്. ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് വരണ എത്ര പേര് ബംഗ്ലാദേശികളാണ് നിങ്ങൾക്ക് അറിയാം? റെക്കോർഡ് പരിശോധിച്ച് നോക്ക്. അവരോടൊക്കെ നമ്മൾ തിരിഞ്ഞ് ഇതേ പ്രവൃത്തി കാണിച്ചാൽ ഈ ബംഗ്ലാദേശിനോട് എന്താവും സ്ഥിതി? അത് ഇവിടുത്തെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രബോധമുള്ളവരായിട്ടല്ലേ ഭാരതം ഇങ്ങനെ കാത്തിരിക്കുന്നത്. എല്ലാ ഭാഗവും അഖണ്ഡ ഭാരതം വെട്ടിപ്പിടിച്ച എല്ലാ ഭാഗത്തും നമ്മൾ കാണുന്ന ഇത്രയും വിസ്താരത്തിൽ നമ്മൾ കാണുന്നു ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കുക. ഇസ്ലാമിനോടല്ല,
ഇസ്ലാമിനോടല്ല, റാഡിക്കൽ ഇസ്ലാമിസ്റ്റിനോടാണ് നമുക്ക് വിരോധം. ടെററിസം കൊണ്ട് നടപ്പാക്കുന്നത് നിർത്തലാക്കാന് ഭാരതത്തിൽ ഏറ്റവും ശക്തമായി ഉയർത്തെഴുന്നേക്കേണ്ട പിന്നെ ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം എന്ന് ഞാൻ എന്റെ പാനലിൽ ഇരിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് പറയാനുള്ള അത്ര അവകാശം ഈ മൗദൂദികളോട് വേറെ ആർക്കും ഇല്ല. അത് പറയാ. കാരണം ഇന്നെല്ലാം മാറി. അപ്പൊ എല്ലാ ആശയമായിട്ട് ഇപ്പൊ നമ്മൾ കണ്ട എക്സസൈസ് പോലും മെല്ലെ മെല്ലെ വന്ന് ആ ഒരു ആശയമായിട്ട് ആൾക്കാരെല്ലാം കിട്ടിക്കഴിയുമ്പോ ആ ഒരു ബ്രെയിനിലേക്ക് ഈ ഒരു റാഡിക്കലിസ്റ്റ് സ്വർഗത്ത് പോവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയണവരെ കൂടെ നമ്മൾ കൂടാൻ പാടില്ല. അത് രാഷ്ട്രബോധം ഇല്ലാത്ത, അത് നമ്മളെ കുട്ടികളെയും പഠിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം. അപ്പൊ ഇതെന്താന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഈ മുസ്ലിം ലീഗിന് തന്നെയാണ്.